റെട്രോ. അപ്പോൾ സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിലൊരു ബിൽഡപ്പും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിനെ കുറിച്ച് ഞാൻ അധികമൊന്നും പറയുന്നില്ല. കാരണം ഈ സിനിമയുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ KGF-ഉം നമ്മുടെ ബാഹുബലിയൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ടാണ് നമ്മുടെ കാർത്തിക് സുബ്രാജ് ഈ സിനിമ എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു സിനിമ കണ്ട് ഇൻസ്പയർ ആയിട്ട് മറ്റൊരു സിനിമ എടുക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ബാഹുബലിക്കകത്തുള്ള ചില ഐക്കോണിക് സീൻസ്, ഐക്കോണിക് എന്ന് പറയുമ്പോഴേക്കും വളരെ വളരെ ഇമ്പാക്ട് ഉള്ള ചില സീൻസ് അതുപോലെ കോപ്പി അടിച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇച്ചിരി ഭയങ്കര ഓവറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആകെ സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പിന്നെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ഈ 80s ഒരു കൗബോയ് കൾച്ചറും അതിനകത്ത് ഈ KGF ഒക്കെ കുത്തി കയറ്റിയിട്ട് അങ്ങനെ മൊത്തം ഒരു വല്ലാത്തൊരു അലമ്പ രീതിയിലാണ് സെക്കൻഡ് ഹാഫ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഒരു ഫസ്റ്റ് ഹാഫിന്റെ ഒരു നല്ലൊരു ഇമ്പാക്ട് സെക്കൻഡ് ഹാഫോട്ട് അങ്ങ് കളഞ്ഞു. സത്യം പറഞ്ഞാൽ നമുക്കിത് തിയേറ്ററിൽ പോയി കാണാൻ മാത്രമുള്ള സിനിമയൊന്നും അല്ല ഇത്. ഒരു വൺ ടൈം വാച്ച് എന്ന് പോലും ഞാൻ പറയത്തില്ല. OTTക്ക് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 1.5 ഔട്ട് ഓഫ് 5.